മതപരമായ യാത്രകൾക്ക് സാധാരണഗതിയിൽ സമാധാനപരമായ അന്തരീക്ഷമാണ് വേണ്ടത്. എന്നാൽ ഉത്തർപ്രദേശിലെയും ഉത്തരാഖണ്ഡിലെയും കാവടി യാത്രകൾക്ക് സമീപകാലത്ത് അക്രമ സംഭവങ്ങൾക്കും നിയമലംഘനങ്ങൾക്കും വേദിയായി മാറിയത് വലിയ ആശങ്കയാണ് ഉയർത്തുന്നത്. ഈ സാഹചര്യത്തിൽ കാവടി യാത്രികരെ നല്ല പാഠം പഠിപ്പിക്കാൻ ദൃഢനിശ്ചയവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഉത്തർപ്രദേശ് പോലീസ്. യാത്രയുടെ ഭാഗമായി വടി, തൃശൂലം, ഹോക്കി സ്റ്റിക്ക് തുടങ്ങിയ ആയുധങ്ങൾ കൊണ്ടുപോകുന്നത് നിരോധിച്ചുകൊണ്ട് കർശന ഉത്തരവുകളാണ് UP പോലീസ് പുറത്തിറക്കിയിരിക്കുന്നത്. കൂടാതെ ശബ്ദ മലിനീകരണത്തിന് കാരണമാകുന്ന സൈലൻസറുകളില്ലാത്ത മോട്ടോർ ബൈക്കുകളുടെ ഉപയോഗത്തിനും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. യാത്ര കടന്നുപോകുന്ന മീററ്റ്, മുസഫർനഗർ, ഷാംലി, സഹാറൻപൂർ, ബുലന്ദ്ഷഹർ, ഹാംപൂർ, ബാഗ്പത് തുടങ്ങിയ ജില്ലകളിലാണ് ഈ പുതിയ നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിൽ വരുന്നത്. ഈ പ്രദേശങ്ങളിൽ യാത്രികർക്ക് യാതൊരുവിധ ആയുധങ്ങളും കൈവശം വെക്കാൻ അനുവാദമുണ്ടായിരിക്കില്ല. ആയുധങ്ങൾ പ്രദർശിപ്പിക്കുന്നത് പ്രതീകാത്മകമായിട്ടാണെങ്കിൽ പോലും അനുവദിക്കില്ലെന്ന് പോലീസ് കർശനമായി വ്യക്തമാക്കിയിട്ടുണ്ട്. ഉത്തർപ്രദേശ് സർക്കാർ പുറത്തിറക്കിയ ഈ നിർദ്ദേശങ്ങൾ കർശനമായി നടപ്പാക്കുമെന്നും നിയമലംഘനങ്ങൾക്കെതിരെ മുഖം നോക്കാതെ കേസെടുക്കുമെന്നും മീററ്റ് സോൺ ADG ഭാനു ഭാസ്കർ മുന്നറിയിപ്പ് നൽകി. നിയമപരമായ നടപടികൾ കൂടാതെ ഇത്തരം പ്രവൃത്തികൾക്ക് കനത്ത പിഴയും നേരിടേണ്ടി വരുമെന്നും പോലീസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. ശബ്ദമലിനീകരണം ഗൗരവമായ പാരിസ്ഥിതിക പ്രശ്നമായതിനാലാണ് സൈലൻസറുകളില്ലാത്ത ബൈക്കുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇവ വലിയ ശബ്ദം പുറത്തുവിടുകയും പൊതുജനങ്ങൾക്ക് അസൗകര്യമുണ്ടാക്കുകയും ചെയ്യുന്നു. ഈ ബൈക്കുകൾ യാത്രയിൽ വലിയ സംഘങ്ങൾക്ക് അമിത ആവേശം നൽകാനും അത് ചിലപ്പോൾ അക്രമങ്ങളിലേക്ക് നയിക്കാനും സാധ്യതയുണ്ടെന്ന വിലയിരുത്തലും ഈ നിരോധനത്തിന് പിന്നിലുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ കാവടി യാത്രയ്ക്കിടെ നിരവധി അക്രമ സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഇത് പൊതുസമൂഹത്തിൽ വലിയ ആശങ്കകൾക്ക് വഴിവെച്ചിരുന്നു. മീററ്റിലെ പല്ലവപുരത്ത് അടുത്തിടെ ഡൽഹിയിൽ നിന്നുള്ള ചില കാവടി യാത്രികർ വാളുകൾ വീശുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. വനപ്രദേശത്തു കൂടി യാത്ര ചെയ്യുമ്പോൾ സുരക്ഷയ്ക്കായാണ് വാളുകൾ കരുതിയതെന്നായിരുന്നു ഇതിനെക്കുറിച്ച് യാത്രികരായ സൂരജ് കുമാർ വിശദീകരിച്ചതെങ്കിലും പൊതുനിരത്തിൽ ആയുധങ്ങൾ പ്രദർശിപ്പിക്കുന്നത് നിയമവിരുദ്ധവും ഭയപ്പെടുത്തുന്നതുമാണ്. മീററ്റിൽ മറ്റൊരു സംഭവത്തിൽ യാത്രികരിൽ ഒരാളുടെ ദേഹത്ത് ഒരു സ്കൂൾ ബസ് ഉരസിയെന്നാരോപിച്ച് ബസ് തകർക്കുകയും ചെയ്തിരുന്നു. ഈ സംഭവം വലിയ രീതിയിലുള്ള ഗതാഗത തടസ്സങ്ങൾക്കും പൊതുമുതൽ നശിപ്പിക്കുന്നതിനും കാരണമായി. ഇതേ തുടർന്ന് യാത്രികർക്കും ബസ് ജീവനക്കാർക്കും ഭീകരമായ അവസ്ഥയാണ് നേരിടേണ്ടി വന്നത്. മുസഫർനഗറിൽ നടന്ന ഒരു സംഭവം അതിലേറെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ഒരു ഭക്ഷണശാലയിലെ ജീവനക്കാരൻ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടയാളാണോ എന്ന് സംശയിച്ച് യാത്രികർ ആ ജീവനക്കാരനെ ചോദ്യം ചെയ്യുകയും അധിക്ഷേപിക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. മറ്റൊരു സംഭവത്തിൽ ഒരു ഭക്ഷണശാല യാത്രികൻ അടിച്ചു തകർക്കുകയും ജീവനക്കാരെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്യുന്നു. ഈ സംഭവങ്ങൾ സമാധാനപരമായ തീർത്ഥാടനത്തിന്റെ ലക്ഷ്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടപ്പെടുന്നു. ഹരിദ്വാറിൽ ഒരു സ്കൂട്ടർ കാവടി യാത്രികരുടെ ദേഹത്ത് തട്ടിയെന്നാരോപിച്ച് ഒരു സ്ത്രീയെ ക്രൂരമായി മർദ്ദിച്ചതും ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു. സ്ത്രീയെ അധിക്ഷേപിക്കുകയും മുടിയിൽ പിടിച്ച് വലിച്ചിഴക്കുകയും മർദ്ദിക്കുകയും ചെയ്യുന്നതിന് വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായി. ഈ സംഭവത്തിൽ അക്രമികൾക്കെതിരെ കലാപശ്രമം, അക്രമം തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി കേസെടുക്കുകയും ചെയ്തിരുന്നു. ഇത്തരം സംഭവങ്ങൾ യാത്രയുടെ പവിത്രതയെ ചോദ്യം ചെയ്യുകയും പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് പോലീസ് കർശനമായ നിയമ നടപടികളിലേക്ക് കടക്കാൻ നിർബന്ധിതരായത്. സമാധാനപരമായ യാത്ര ഉറപ്പാക്കാൻ ഈ വർഷം സമാധാനപരവും അക്രമരഹിതവുമായ ഒരു കാവടി യാത്ര ഉറപ്പാക്കുക എന്നതാണ് UP പോലീസിന്റെ പ്രധാന ലക്ഷ്യം. നിയമലംഘനങ്ങൾക്ക് ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്ന് അധികൃതർ ഉറപ്പു നൽകുന്നു. ഇതിനായി പോലീസ് സേനയ്ക്ക് പ്രത്യേക പരിശീലനം നൽകിയിട്ടുണ്ട്. യാത്ര കടന്നുപോകുന്ന എല്ലാ പ്രധാന സ്ഥലങ്ങളിലും CCTV നിരീക്ഷണവും ഡ്രോൺ നിരീക്ഷണവും ഏർപ്പെടുത്തും. സോഷ്യൽ മീഡിയ വഴിയുള്ള തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിക്കുന്നത് തടയാനും വ്യാജ വാർത്തകൾക്കെതിരെ കർശന നടപടിയെടുക്കാനും സൈബർ സെൽ വിഭാഗത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാവടി യാത്രയുടെ മതപരമായ പ്രാധാന്യം നിലനിർത്തിക്കൊണ്ട് തന്നെ അതിക്രമങ്ങളും നിയമലംഘനങ്ങളും പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നതാണ് പോലീസിന്റെ ലക്ഷ്യം. ഇത് യാത്രികർക്കും പൊതുജനങ്ങൾക്കും ഒരുപോലെ സുരക്ഷിതമായ അന്തരീക്ഷം ഉറപ്പാക്കാൻ സഹായിക്കും. ഭാവിയിൽ ഇത്തരം മതപരമായ യാത്രകൾ സമാധാനത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും പ്രതീകങ്ങളായി മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.